ഹലോ, അസ്സലാമു അലൈക്കും ചങ്ങായിമാരെ. ഇന്ന് ഫാമിലി വ്ളോഗോ കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ വളരെ അത്യാവശ്യമുള്ള കാര്യം ചുരുക്കി ഞാൻ പറയാം. കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളാവാത്ത സ്ത്രീകളോടും അല്ലെങ്കിൽ വാപ്പമാരോടും ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു ക്രൂരത, ഒരു അക്രമം. കുഞ്ഞുങ്ങളായില്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പൊതുവെ ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, വിശേഷമുണ്ടോ എന്ന്. പൊതുവെ ഈ ചോദ്യം ചോദിക്കുന്നവന്റെ ഒക്കെ ഉള്ളില് പ്രസവിക്കാത്ത ആളുകൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അവര് വലിയ രോഗിയാണ്. പ്രസവിക്കാത്തതിന്റെ പേരില് അവരെ മാറ്റി നിർത്തുന്നവര്. ചില ആളുകൾ ഒരു ആവേശത്തിന്റെ പുറത്ത് ചോദിക്കും കുഞ്ഞുണ്ടായോ എന്നറിയാൻ. ചില ആളുകൾ ക്യൂരിയോസിറ്റി കാണിച്ച്, ചില ആളുകൾ കുശുമ്പോടെ. എങ്ങനെ ചോദിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കുഞ്ഞുങ്ങളെ കൺമുമ്പിൽ കാണുമ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായില്ലല്ലോ എന്നോർത്ത് നിൽക്കുന്ന എത്രയോ പെണ്ണും ആണ് ഭാര്യ ഭർത്താക്കന്മാര്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാത്ത സ്ഥലമില്ല, പോവാത്ത ആശുപത്രിയില്ല. അവരുടെ ഉള്ളിൽ ആ ഒരു പ്രതിസന്ധി, ആ ഒരു പ്രശ്നം, ഇതൊന്നും തിരിച്ചറിയാതെ കുഞ്ഞുണ്ടായതിൻ്റെ അഹങ്കാരം നീ മറ്റു കുഞ്ഞില്ലാത്തവരോട് കാണിക്കരുത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഏറ്റവും കൂടുതൽ ഇത് കാണിക്കുന്നത് 40 വയസ്സൊക്കെ കഴിഞ്ഞ അമ്മായിമാരാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ഫോൾട്ട് കാണിക്കുന്നത് അമ്മായിമാരാണ്. കുഞ്ഞില്ലാത്തവരെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക ചൊറിച്ചിലാണ്. ഈ ചൊറിച്ചിൽ കാരണം കുഞ്ഞില്ലാത്ത ഓരോ വ്യക്തിക്കും ഒരു പരിപാടിക്ക് പോകാൻ പോലും മടിയാ. അവിടെ ചെന്ന ആളുകൾ ചോദിക്കുന്നത് ആയോ, എന്തേലും ആയോ? അല്ല എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുകയാണ്, അവർക്കില്ലാതെ പ്രശ്നം എന്തിനാ നിങ്ങൾക്ക്? ഈ കുഞ്ഞു എന്ന് പറയുന്ന സാധനം നമ്മളൊരു വിത്തിട്ട് മുളപ്പിച്ചെടുക്കും പോലെ ഒന്നല്ല, അത് ഉടയാൻ കൊടുക്കണം. കൊടുക്കാത്തൊരു സ്ത്രീക്ക് എങ്ങനെ നോക്കിയാലും ഒരു കുഞ്ഞുണ്ടാവില്ല. ഈ ദിവ്യഗർഭം പണ്ടെവിടെയോ കേട്ട കഥയല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു സാമാനം മുളപ്പിച്ചെടുക്കും പോലെ വയറിനകത്തൊരു കുഞ്ഞുണ്ടാക്കാൻ പറ്റുമെന്ന്? അതിന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് അതിനൊരു സമയം വേണം. ഇനി അതല്ല, കുഞ്ഞൊരിക്കലും ഉണ്ടാവാത്തൊരു ശരീരമാണെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടടോ. അവരുടെ ഉള്ളിലെ വിഷമത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവരനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ. ഒരു പരിപാടിക്ക് വിളിച്ചാൽ പോലും അവർ വരുന്നില്ല. കാരണം എന്താ? ഇതുപോലത്തെ ചോദ്യം മുന്നിൽ നിൽക്കുക. അവരെ കുഞ്ഞില്ല എന്നുള്ളതിനേക്കാളും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ. ഈ ചോദ്യം ചോദിക്കുന്നവന് ഒരു ലാഭവും ഇല്ല. എന്ത് ലാഭമുള്ള? ഒരു വ്യക്തിക്ക് കുഞ്ഞുണ്ടോ ഇല്ലേ, അത് പോട്ടെ. അവർക്ക് കുഞ്ഞു കൊടുക്കേണ്ടത് ദൈവം അത് കൊടുത്തില്ല. അതിന് കൊടുക്കുന്ന സമയത്ത് കൊടുക്കും. നമ്മളെന്തിനാ അതിനെ ചകഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം പറഞ്ഞു, ഇത് കാണുന്ന നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്ന സഹോദരങ്ങളെ, കുഞ്ഞില്ലാത്തവരെ കാണുമ്പോൾ ഒരുമാതിരി ആക്കിയ ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. അത് ഭയങ്കര ബോറാ. മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ കാരണം ഒരു ഹാപ്പിനെസ് കൊടുക്കുക. നമ്മൾ എന്തിനാ വെറുതെ ഒരു ചോദ്യം കൊണ്ട്? നമ്മൾ ചോദിക്കുന്ന വെറും ഒരു ചോദ്യം മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമാണ്. അത് മാത്രം ചിന്തിക്കുക. അപ്പൊ ഇന്ന് വലിയ വീഡിയോസോ വ്ളോഗോ ഒന്നുമില്ല. ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി, അത് പറയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അൽഹംദുലില്ലാ, എനിക്ക് 2 കുട്ടികളുണ്ട്. ഇനി നിങ്ങൾക്ക് കുഞ്ഞുണ്ടോന്നും ചോദിച്ചു വരണ്ട എന്റെ പുന്ന സുഹൃത്തുക്കളെ. ഇതൊരു മെസ്സേജോ കാര്യങ്ങളായിട്ടൊന്നും ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ഒന്നുമല്ല. പക്ഷെ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു അനുഭവം കണ്ടപ്പോൾ എനിക്കത് ചോദിക്കണമെന്ന് തോന്നി, പറയണമെന്ന് തോന്നി. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്നും എപ്പോഴും കൂടെ വേണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.